ഖത്തറിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വീണ്ടും മലയാളി വിജയത്തിളക്കം. ഖത്തർ ബോർഡ് ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസിലെ പ്രഥമ ബാച്ചിൽ 3 മലയാളികൾ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഡോക്ടർ മർസൂഖ് അസ്ലം, ഡോക്ടർ ആയിഷ സിദ്ദീഖ്, ഡോക്ടർ ആത്തിക സജീർ എന്നിവരാണ് കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയത്. QBMSന്റെ പ്രഥമ പരീക്ഷയിൽ അഭിമാനാർഹമായ വിജയം നേടിയ 3 മലയാളി ഡോക്ടർമാരാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. ആത്തിക, ആയിഷ, ഡോക്ടർ മർസൂഖ്. അപ്പോൾ 3 പേരുള്ളത്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുക. താങ്ക് യു. QBMS പരീക്ഷ ആദ്യമായിട്ടാണ്, പ്രഥമ പരീക്ഷയാണ്. ശരിക്കും എന്താണ് QBMS? ഇത് നാട്ടിലുള്ള PGയുടെ അതേ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണിത്. അത് മുന്നേ അറബ് ബോർഡ് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഇക്വലൻ്റ് ആയിട്ടുള്ള പരീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഡിഗ്രി കിട്ടിയ ആളുകളായിരുന്നു നമ്മളെ സ്പെഷ്യാലിറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളെ സീനിയേഴ്സൊക്കെ ആ സ്പെഷ്യാലിറ്റിയിൽ ബിരുദം നേടിയവരാണ്. QBMS എന്ന് പറയുന്നത് പുതിയതായിട്ട് ഖത്തർ ഡെവലപ്പ് ചെയ്ത ഒരു ബോർഡാണ്. അത് ഇൻ്റർനാഷണലി, അതായത് ഇൻ്റർനാഷണൽ എക്സാംസിൻ്റെ അതേ സ്റ്റാൻഡേർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു എക്സാമാണ്. നമ്മൾ അനസ്തേസിയയിലാണ് നമ്മൾ അവിടെ PG ചെയ്തത്. അപ്പം അനസ്തേസിയയുടെ എക്സാമിലാണ് ഞങ്ങൾക്ക് ബിരുദം കിട്ടിയിട്ടുള്ളത്. ഈ 3 പേരും, നിങ്ങൾ 3 പേരും? ഞങ്ങൾ 3 പേര്. നാട്ടിലെവിടെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ഞാൻ നാട്ടിൽ മലപ്പുറം MES മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. ഡോക്ടർ ആയിഷ എവിടെയായിരുന്നു പഠിച്ചത്? ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നോ പഠിക്കുമ്പോൾ തന്നെ? എങ്ങനെയാണ്? എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഖത്തറിൽ ജോലിയായി വന്നു. ഹമദിലാണ് മൂപ്പര് വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഞാൻ 2 വർഷം വീട്ടിൽ വെറുതെ ഇരുന്നത്. അന്ന് റെസിഡൻസിനെ കുറിച്ച് ഒന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഗ്രാജുവലി അറിഞ്ഞപ്പം അപ്ലൈ ചെയ്തു. അവർക്കൊരു എൻട്രൻസ് എക്സാം ഉണ്ട്, US ഇക്വലൻ്റ് ആയ ഒരു US MLE എന്ന് പറഞ്ഞ എക്സാം. ആ എക്സാം ക്ലിയർ ആണ് അവരെ എൻട്രൻസ് പാർട്ട്. പിന്നുള്ളത് ഇൻ്റർവ്യൂ ആണ്. 50-50. എക്സാം ക്ലിയർ ആയിട്ട് അവർ ഇൻ്റർവ്യൂവിന് വിളിക്കും, ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ട്രെയിനിങ് ജോബിന് കയറാൻ പറ്റും. അപ്പോൾ ശരിക്കും MBBS കഴിഞ്ഞ ആർക്കും ഇതിന് അപേക്ഷിക്കാം? MBBS കഴിഞ്ഞ ആർക്കും അപേക്ഷിക്കാം. MBBS ഇന്റേൺഷിപ്പ് കഴിഞ്ഞ ആർക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. പ്ലസ് യു ഹാവ് ടു ഹാവ് ദ എൻട്രൻസ്. ഒപ്പം ഇവിടെ ജോലിയും ചെയ്യാം. ഇതൊരു എന്താ പറയുക, ട്രെയിനിങ് ആണ്, ട്രെയിനിങ് ജോബാണ്. നിങ്ങൾക്ക് ഇവിടെ ജോലി ഉണ്ടാവും. അതേസമയം നമ്മൾ അണ്ടർ ട്രെയിനിങ് ആണ്. 5 ഇയർ പ്രോഗ്രാം, 4+1. ഓക്കെ. അപ്പോൾ ശരിക്കും ഇവിടെ 5 വർഷം ആണോ ഇപ്പം നിങ്ങളുടെ ഈ ഒരു MD എന്ന് നമുക്ക് പറയാമല്ലോ അല്ലേ, ഈ ഒരു പ്രോഗ്രാം പൂർത്തിയാക്കാൻ വേണ്ടതിന്? അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ കൊല്ലാണ്. അനസ്തീഷ്യ 5 years 4+1. അതേസമയം ചില സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, ന്യൂറോ സർജറി, കാർഡിയോതൊറാസിക് സർജറി, അതൊക്കെ 7 to 8 years ഒക്കെ എടുക്കും. മർസൂഖ് നാട്ടിലെവിടെയാണ്? ഞാൻ ശരിക്കും തേഞ്ഞിപ്പലാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത്. നാട്ടിൽ MBBS എവിടെ നിന്നാണ്? ഞാൻ KMCT മെഡിക്കൽ കോളേജ് മുക്കം. നാട്ടിൽ നിന്ന് MD ചെയ്യുന്നതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇവിടെ വന്ന് ചെയ്യുമ്പോൾ എന്താണ് ശരിക്കും ഒരു അഡ്വാൻറ്റേജ് എന്താ ഉള്ളത്? മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ നമ്മൾ PG ചെയ്യുന്ന സമയത്ത് 3 years ആണ് നാട്ടിൽ, ഇവിടെ 4 years ആണെങ്കിലും ജോബ് പ്ലസ് ട്രെയിനിങ് ആണ്. അപ്പോൾ ജോബ് സാലറി നമുക്ക് അതിൻ്റെ കൂടെ കിട്ടും. പിന്നെ വർക്ക് ലൈഫ് ബാലൻസ് ഫാർ ബെറ്റർ ആണ് വെൻ കമ്പയർ ടു നമ്മൾ നാട്ടിലത്തെ PGക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കൂടാണ്ട് ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഖത്തറി ബോർഡിൻ്റെ കൂടെ ഞങ്ങൾ അറബ് ബോർഡ് ഞങ്ങൾക്ക് ആ ബോർഡഡുമാണ്, ഡുവൽ ബോർഡഡാണ്. ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഐറിഷ് ബോർഡും FRCയും കാര്യങ്ങളും ഞങ്ങളെ പ്രോഗ്രാമിൽ എംബഡഡ് ആണ്. അപ്പോൾ മൊത്തത്തിലൊരു ഇൻ്റർനാഷണൽ ഒരു പല ഡിഗ്രീസും ഇതിൻ്റെ ഈ പ്രോഗ്രാമിൽ നമുക്ക് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും. അപ്പോൾ ശരിക്കും ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇനിയിപ്പോൾ യൂറോപ്പിലൊക്കെ അമേരിക്കയിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഇത് കൂടുതൽ ഈസി ആക്കും? ടു ബി ഓണസ്റ്റ് യെസ്. അത് ഇങ്ങനത്തെ ഇപ്പോൾ അധികം ഡിഗ്രികളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടും പിന്നെ ഈ റിസർച്ചിൻ്റെ സൈഡിലും നമ്മളെ ഫാക്കൽറ്റീൻ്റെയും ഫെസിലിറ്റീസൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ എക്സ്പീരിയൻസും വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മൾ CV കുറച്ചും കൂടി ബെറ്റർ ആവും പുറത്തോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ. യെസ്, ഇറ്റ് വിൽ ഹെൽപ്പ് അസ് ടു ഗെറ്റ്. ശരിക്കും നാട്ടിൽ MBBS കഴിഞ്ഞ ഒരാൾക്ക് ഇപ്പോൾ ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ശരിക്കുള്ള കടമ്പകൾ? അങ്ങനെ ഒരാൾക്ക് വരാൻ കഴിയും? കഴിയും. നാട്ടിൽ PG കഴിഞ്ഞതിന് ശേഷം നമ്മൾ USMLE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു USMLE അല്ലെങ്കിൽ IFOM, ഈ 2 എക്സാംസും ഇവിടെ ആക്സെപ്റ്റഡ് ആണ്. USMLEയിലെ സ്റ്റെപ്പ് 2CK ആണ് ഇവിടെ ആക്സെപ്റ്റഡ് ആയിട്ടുള്ളത്.
അപ്പം നാട്ടിൽ PG കഴിഞ്ഞിട്ടുള്ള MBBS കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ. എന്തായാലും ഫസ്റ്റ് ബാച്ചിൽ തന്നെ 3 മലയാളികൾ, അഭിമാനാർഹമായ നേട്ടമാണ്. ശരിക്കും എത്ര പേരാണ് നിങ്ങളുടെ ബാച്ചിലുണ്ടായത്? ഇത് ശരിക്കും 2 ബാച്ച് ക്ലബ്ബായതാണ്. ഞങ്ങൾ ശരിക്കും 17 പേരുണ്ടായിരുന്നത്. അതിൽ 16 പേരാണ് എക്സാം എഴുതിയത്. അതിൽ 10 പേരാണ് പാസ്സായത്. കാരണം ഇത് ശരിക്കും 4 എക്സാമാണ്. പാർട്ട് 1 പറഞ്ഞിട്ട് ഒരു 3 വർഷം മുമ്പ് എഴുതി, പിന്നെ ഒരു പാർട്ട് 2 എഴുതി. പാർട്ട് 1 2 ഭാഗമുണ്ട്, പാർട്ട് 2 2 ഭാഗമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കഴിയുമ്പോഴത്തേന് 10 പേരാണ് പാസ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 10ലാണ് നിങ്ങൾ 3 പേര്? അതെ, ഞങ്ങൾ അനസ്തീഷ്യയിൽ ഇന്ത്യക്കാർ കയറിയതും 4 പേരാകെ ഈ ഒരു കുറേ കാലമായിട്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ 3 പേര് എന്നാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. PG കംപ്ലീറ്റ് ആയി, ഇനി എന്തെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ജോലി തുടരുന്നുണ്ട്, അപ്പോൾ ഇനിയും പഠിക്കുന്നുണ്ടോ, എങ്ങനെയാണ്? യെസ്, അതിൻ്റെ കൂടെ ഇത് നമ്മൾ ബിരുദം, അതായത് റെസിഡൻസി പ്രോഗ്രാം എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഫെലോഷിപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഹമദ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ ഫെലോഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഫെല്ലോസാണ്. അഭിമാനാർഹമായ ശരിക്കും വലിയ നേട്ടമാണ് അത് കൂടുതൽ പേർക്ക്, ഇവരുടെ നേട്ടങ്ങൾ കൂടുതൽ പേർക്ക് പ്രചോദനമാകട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം ഫൈസൽ ഹംസ, മീഡിയ 1.